ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര യോഗം വിളിക്കാൻ UN രക്ഷാസമിതി. ഖത്തറിന് പിന്തുണയുമായി അറബ് ലോകം രംഗത്തെത്തി. ആക്രമണം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന അമേരിക്കൻ വാദം ഖത്തർ നിരാകരിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തറിനെതിരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ പ്രതിഷേധം പുകയുകയാണ്. ഖത്താറ ജില്ലയിൽ തന്ത്രപ്രധാന ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ആക്രമണമുണ്ടായത്. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണ് നടന്നതെന്ന് സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിമർശിച്ചു. ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചു. ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. നടന്നത് ഭരണകൂട ഭീകരതയെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽ താനി. ഖത്തറിന്റെ പരമാധികാരത്തിന് മേലെയുള്ള കടന്നുകയറ്റമെന്നും ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി ഖത്തറിനെ അറിയിച്ചിരുന്നതായും ട്രംപ് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ വാദം ഖത്തർ തള്ളി. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി ഏറ്റെടുത്ത് ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പ്രവാസ ലോകത്തെ ഞെട്ടിച്ച് ഖത്തർ തലസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UN സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിക്കും. അൾജീരിയയുടെയും പാകിസ്ഥാന്റെയും അഭ്യർത്ഥന പ്രകാരമാണ് യോഗം വിളിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.